കരുവന്നൂർ ബാങ്കിൻ്റെ തട്ടിപ്പ്. ആ കരുവന്നൂർ ബാങ്കിൻ്റെ തട്ടിപ്പിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്, അതുകൊണ്ട് മറ്റ് ഡീറ്റെയിൽസിലേക്കൊന്നും പോകേണ്ടതില്ല. പക്ഷേ ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്ന വാർത്ത, കരുവന്നൂർ എന്ന് പറഞ്ഞ ബാങ്കിലെ പാർട്ടി ഫ്രാക്ഷൻ ആണ് അവിടെ ഈ വായ്പകളെ സംബന്ധിച്ച് തീരുമാനം എടുത്തിരുന്നതെന്നും അതിൻ്റെ മിനിറ്റ്സ് പാർട്ടിയായി ബന്ധപ്പെട്ടാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നതെന്നും ഒരു സമാന്തരമായിട്ടുള്ള പണമിടപാട് കരുവന്നൂർ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളുമായിട്ട് ED വരികയും അവർ കോടതിയിൽ സംബന്ധിച്ച രേഖകൾ കൊടുക്കുകയും ചെയ്തു. കാരണം ഇതിൽ എനിക്ക് ഒരു ആളുടെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹം അയാളുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി അയാളുടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നും പക്ഷേ അയാൾ അവിടെ നിന്ന് ലോൺ എടുത്തത് തിരിച്ചടച്ചതാണെന്നും അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഖാലിദ് എന്നോ പറഞ്ഞിട്ടുള്ള ഒരാൾ പാർട്ടി സംഘടനയ്ക്ക് ഈ പെരുങ്കൊള്ളയിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പങ്ക് അത് പുറത്തു വന്നിരിക്കുന്നു. അതാണ് ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഇപ്പോൾ മന്ത്രിസഭയിലുള്ള P. രാജീവ് എന്ന് പറയുന്ന മന്ത്രി, ആ മന്ത്രി ജില്ലാ സെക്രട്ടറി, എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം അനധികൃതമായി ഇടപെട്ടുവെന്നും വായ്പകൾ അനുവദിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെറേറ്റീവാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം എന്താണ്, ഇതിൽ ED എടുത്തിട്ടുള്ള നടപടികളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതെ, ഞാൻ അതിനെ വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സിംഗൂറും നന്ദിഗ്രാമവും ഒക്കെ പോലെ ഒരുപക്ഷെ CPM കടപുഴക്കാൻ ശേഷിയുള്ള ഒരു ബോംബാണ് ഈ സഹകരണ ബാങ്കുകളിലാണ്. ഇപ്പം നമ്മളൊരു അനധികൃത ഇടപാട് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഭയം എന്താ, അത് പ്രശ്നമാണുള്ളത്, മുകളിൽ നിന്ന് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ പോലീസുണ്ട്, അല്ലെങ്കിൽ മുകളിൽ എന്തെങ്കിലും രാഷ്ട്രീയക്കാരൻ. ഇവിടെ അങ്ങനെയില്ല. പിണറായി വിജയൻ്റെ പോലീസാണ് തോർത്തോണം, CPM പോലീസാണ് തോർത്തോണം. നമ്മൾ ആ മെസ്സേജാണ് നിങ്ങൾ താഴോട്ട് കൊടുക്കുന്നത്. KM ഷാജഹാൻ സാറുമൊത്തുള്ള വൈബ്രന്റ് വ്യൂസിലേക്ക് സ്വാഗതം. സാർ, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, സാറ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് കരുവന്നൂർ ബാങ്കിൻ്റെ തട്ടിപ്പ്. ആ കരുവന്നൂർ ബാങ്കിൻ്റെ തട്ടിപ്പിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്, അതുകൊണ്ട് മറ്റ് ഡീറ്റെയിൽസിലേക്കൊന്നും പോകേണ്ടതില്ല. പക്ഷേ ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്ന വാർത്ത, ഇപ്പോൾ മന്ത്രിസഭയിലുള്ള P. രാജീവ് എന്ന് പറയുന്ന മന്ത്രി, ആ മന്ത്രി ജില്ലാ സെക്രട്ടറി, എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം അനധികൃതമായി ഇടപെട്ടുവെന്നും വായ്പകൾ അനുവദിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. സാറ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പം നമ്മൾ നേരത്തെ പല അഴിമതികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ആ അഴിമതികളിൽ ഒരെണ്ണമാണ് ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൽ എന്ത് ചെയ്യുന്നത് കാണുന്നത്. അതായത് നേരത്തെ AC മൊയ്തീൻ വരെ എത്തി നിന്നിരുന്ന ഒരു കാര്യം ഇപ്പം എന്ത് ചെയ്തു, അരവിന്ദാക്ഷനിലും AC മൊയ്തീനിലും ഒക്കെ എത്തിയിരിക്കുന്നു. അരവിന്ദാക്ഷൻ ഇപ്പോൾ ജയിലിലാണ്. പക്ഷെ അരവിന്ദാക്ഷനെ ജയിലിൽ നിന്ന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അപ്പോൾ പാർട്ടി നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. ആ ഘട്ടത്തിൽ ഇപ്പോൾ ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരിലേക്ക്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള P. രാജീവിലേക്കൊക്കെ വരുന്നു. സാർ എങ്ങനെ നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ രതീഷ്, അതായത് ഞാൻ ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകളുടെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള, ഞാൻ പോസിറ്റീവായി കാണുന്ന ഒരു അന്വേഷണമാണ് ഈ കരുവന്നൂർ. കാരണം ഞാൻ ആദ്യം മുതൽ ഫോളോ അപ്പ് ചെയ്യുന്നത്, ഇന്ന് 2019 മുതലേ അത് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഈ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന മറ്റന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ മുന്നേറിയിട്ടുള്ള ഒരു അന്വേഷണമാണ് കരുവന്നൂറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അതായത് 300 കോടി രൂപയുടെ തട്ടിപ്പാണ്. ആ തട്ടിപ്പിൽ വലിയ തോതിൽ മുന്നേറിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അക്കാര്യത്തിൽ. ഇപ്പൊ PR അരവിന്ദാക്ഷനെ ജയിലിലാക്കുന്നു, മാപ്പസാക്ഷികൾ ആ കേസിൽ ഉണ്ടാവുന്നു. അതിലൂടെയൊക്കെ വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോഗ്രസ് അവർ അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് സുനിൽകുമാർ എന്നും പറഞ്ഞും കിരൺ എന്നും പറഞ്ഞും 2 പേര്, അവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. അവരെത്രയോ 50-60 കള്ള അക്കൗണ്ടുകളുടെ അടിസ്ഥാനത്തിൽ എത്രയോ കോടി രൂപ, 14-15 കോടി രൂപ അവർ അമാസ് ചെയ്യുന്നു. അതിനൊക്കെ വലിയ തോതിൽ പിന്തുണ കൊടുക്കുകയും അതിൽ പാർട്ടേക്ക് ചെയ്ത ആളാണ് അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞ ആൾ. അതെല്ലാം നേരത്തെ പുറത്തു വന്നതാണ്. എന്ന് മാത്രമല്ല, അയാൾക്ക് പാർട്ടിയായിട്ടുള്ള ബന്ധം, അയാളെ പിന്തുണച്ചുകൊണ്ട് MP ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ആദ്യം രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വക്കീലായിട്ടുള്ള K. വിശ്വൻ എന്ന് പറഞ്ഞൊരു വക്കീലാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് വന്നത്. അപ്പം അതിലൊക്കെ തന്നെ പാർട്ടിയുടെ ബന്ധം വളരെ ക്ലിയറായി. പക്ഷെ അതിൻ്റെ 2ാം ഘട്ടം എന്നുള്ള നിലയിൽ അത് ശരിക്കും വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരുവന്നൂർ എന്ന് പറഞ്ഞ ബാങ്കിലെ പാർട്ടി ഫ്രാക്ഷൻ ആണ് അവിടെ ഈ വായ്പകളെ സംബന്ധിച്ച് തീരുമാനം എടുത്തിരുന്നതെന്നും അതിൻ്റെ മിനിറ്റ്സ്
പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നതെന്നും ഒരു സമാന്തരമായിട്ടുള്ള പണമിടപാട് കരുവന്നൂർ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളുമായിട്ട് ED വരികയും അവർ കോടതിയിൽ സംബന്ധിച്ച രേഖകൾ കൊടുക്കുകയൊക്കെ ചെയ്തു. അതിലേറ്റവും പ്രധാനമായി വന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MM വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിക്ക് ഇതിനകത്തുള്ള പങ്ക്. അത് സംബന്ധിച്ച് അയാൾ 2 പ്രാവശ്യം ചോദ്യം ചെയ്തു കഴിഞ്ഞു. അയാൾ തൃപ്തികരമായ മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ള നിലയിൽ സംഭാഷണങ്ങൾ വന്നിരുന്നു. അതിലൂടെ അവർ മുന്നോട്ട് പോയപ്പോഴാണ് ഈ അഴിമതി ഇടപാടുമായി പാർട്ടി സംഘടനയ്ക്കുള്ള ബന്ധം സംബന്ധിച്ചിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ലഭിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ P. രാജീവിൻ്റെ പേര് ഇതിനകത്ത് ഫിഗർ ചെയ്തിട്ടുള്ളത്. P. രാജീവിൻ്റെ പേര് അവർ കോടതിയിൽ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ഫോളോ അപ്പ് കാര്യങ്ങളും തെളിവുകളും അവരുടെ ഉണ്ടാവണം. അല്ലാതെ ചുമ്മാ കൊടുക്കാൻ കഴിയില്ല. അപ്പം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് CPM സംഘടനയ്ക്ക് ഈ ബാങ്ക് കൊള്ളയിലുള്ള നേരിട്ടുള്ള പങ്കിൻ്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അല്ലാതെ ഒരു ഹിയർസയോ അല്ലെങ്കിൽ ആരോപണമോ എന്നുള്ളതിനപ്പുറത്തേക്ക്. അപ്പോൾ അത് ശരിക്കും ഒരു വാട്ടർ ഷെഡാണ്. എന്താണ് ഈ സഹകരണ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തട്ടിപ്പിൽ പൊതുവിൽ പാർട്ടി സംഘടനയ്ക്കുള്ള റോള് കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ വേണം ഈ P. രാജീവിനെ കാണാൻ എന്നെനിക്ക്. അല്ല, ഇതിൽ നമ്മുടെ ഈ ചാനലുകളിലൊക്കെ വന്നിരിക്കുന്ന CPM-ന്റെ ന്യായീകരണ തൊഴിലാളികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം, ഇത് ഇപ്പം ഇലക്ഷൻ അടുക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയതാണെന്നാണ്. പക്ഷെ അത് അങ്ങേറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. സാർ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഇതിൽ എനിക്ക് ഒരു അയാളുടെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹം അയാളുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി അയാളുടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നും പക്ഷേ അയാൾ അവിടെ നിന്ന് ലോൺ എടുത്തത് തിരിച്ചടച്ചതാണെന്നും അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഖാലിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അദ്ദേഹം ചെന്ന് കോടതിയെ സമീപിക്കുകയും ആ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി ഇതിലെന്താണ് EDക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അന്വേഷണം എവിടെ വരെയായി എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അഫിഡവിറ്റിലാണ് ഈ P. രാജീവിൻ്റെ പേരടക്കം വന്നിട്ടുള്ളത്. പക്ഷെ ഇതിൽ എന്നെ ഞെട്ടിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്കറിയാം, ഇപ്പോൾ സാധാരണ ഏതൊരു പാർട്ടികളിലും അഴിമതിക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും. അവർ ചിലപ്പോൾ അഴിമതി നടത്തും. ഇതൊക്കെ നമുക്കിപ്പോൾ സ്വാഭാവികമാണ്, വളരെ ലളിതമായി പറയുകയല്ല. പക്ഷെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ പണ്ടും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന ഇൻഫർമേഷൻ പാർട്ടിക്ക് തന്നെ, അതായത് CPM-ന്റെ ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റികൾക്കും അടക്കമുള്ള പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന് ഏതാണ്ട് 25-ലധികം അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നും ആ 25-ലധികം അക്കൗണ്ടുകളിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും പോലും കാണാൻ കഴിയാത്ത തിരിമറികളുണ്ടെന്നും കൂടാതെ അതിനകത്ത് കൂടി ഏതാണ്ട് 100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരുപക്ഷെ സാറേ ചരിത്രത്തിൽ ആദ്യമായിരിക്കില്ല അങ്ങനെ. അല്ല, അതാണ് രതീഷ ഞാൻ പറഞ്ഞത്. ഈ കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ് എന്താണത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടി സംഘടനയ്ക്ക് ഈ പെരുങ്കൊള്ളയിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പങ്ക് അത് പുറത്തു വന്നിരിക്കുന്നു. അതാണ് ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സാധനം എന്താണ്? ഇത് ശരിക്കും ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ്. ഇത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ ഇത് കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായും മറ്റ് ജില്ലകളിലും ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പം രതീഷ് ഒന്നുണ്ടോ, ഇടുക്കിയിൽ ഇതിൻ്റെ 10 ഇരട്ടി എവിടെ ഉണ്ടാവും എന്നുള്ളത് MM മണിയുടെ നേതൃത്വത്തിൽ സംശയമുണ്ട് അതിനകത്ത്. ഇനി ഇത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെറേറ്റീവാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം എന്താണ്? ഇതിൽ ED എടുത്തിട്ടുള്ള നടപടികളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതെ അതെ, കോടതി ഇതുവരെ ഈ അരവിന്ദാക്ഷന് ഇത് കൊടുത്തിട്ടില്ല, ജാമ്യം കൊടുത്തിട്ടില്ല. അപ്പം ഇവർ എടുക്കുന്ന എല്ലാ നിലപാടുകൾക്കും കോടതി അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഇതിന് ഒരു കാരണവശാലും നമുക്ക് അടിസ്ഥാന രീതിയെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പം തൃശ്ശൂരിനെ നോക്കൂ, PK ബിജു, AC മൊയ്തീൻ, MM വർഗീസ്, ഈ 3 പേരാണ് അവിടെ പ്രധാനപ്പെട്ട പേര് അതിനകത്ത് വന്നിട്ടുള്ളത്. മനസ്സിലായി? അതിനകത്ത് AC മൊയ്തീനേക്കാൾ പ്രാധാന്യമുള്ള നേതാക്കന്മാരാണ് PK ബിജു, MM വർഗീസ്, ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഇയാളുടെ പേരും കൂടെ വന്നിരിക്കുന്നു. അപ്പം 2 PK ബിജു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായും ഇത് CPM സഹകരണ മേഖലയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരുന്ന പെരുങ്കൊള്ള. സഹകരണ മേഖലയെ കൊണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്?
CPM സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവിടെ കുറേ ആൾക്ക് ജോലി കൊടുത്തു. അല്ല, CPM ഖജനാവ് പിന്നെ വളർത്താനും അത് പെരുപ്പിക്കാനും വേണ്ടിയിട്ട് സഹകരണ മേഖലയെ ഉപയോഗിച്ചിരുന്നുവെന്നും സഹകരണ മേഖലയിൽ നിന്നും വലിയ തോതിലുള്ള പൈസ ഖജനാവിലേക്ക്, പാർട്ടി ഖജനാവിലേക്ക് സൈഫൺ ചെയ്തിട്ടുണ്ട് എന്നുമുള്ള ഒരു ചിത്രമാണ് ഇതിനകത്തൂടെ തെളിയുന്നത്. ഇതുവരെ കരുവന്നൂർ ബാങ്ക് കൊള്ള റൈറ്റ് ഡയറക്ഷനിലാണ് പോയിട്ടുള്ളത്. ഇനിയിപ്പം നാളെ ഏത് തരത്തിൽ ഇത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആസ് ഓഫ് നൗ ഇത് ഈ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ CPM അടിവേര് ഇതിനകത്ത് ഇളകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റും. അല്ല, ഞാനിത് കഴിഞ്ഞ ദിവസം തോമസ് ഐസക് സാറുമായിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോഴത്തേക്കാണ് തോമസ് ഐസക് സാറ് പറഞ്ഞ വളരെ സിമ്പിളായി അദ്ദേഹം ഇത് തള്ളിക്കളഞ്ഞൊരു കാര്യം, അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ അഴിമതി നടന്നിട്ടുണ്ടാവും. അതായത് കേരളത്തിലെ 35% പേര് ഡിപ്പെൻഡ് ചെയ്യുന്ന സഹകരണ സംഘങ്ങൾ. അപ്പോൾ അതിൽ 2.5 ലക്ഷം കോടി രൂപയുടെ ക്രൈവർ കെയർ നടക്കുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് പറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഞാനും ഞങ്ങളുടെ ഒരു ആറാ ടോക്സ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഞാൻ അതിനെ വിലയിരുത്തിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സിംഗൂറും നന്ദിഗ്രാമവും ഒക്കെ പോലെ ഒരുപക്ഷെ CPM കടപുഴക്കാൻ ശേഷിയുള്ളൊരു ബോംബാണ് ഈ സഹകരണ ബാങ്കുകളിലെ അഴിമതി. കാരണം ഇത് മൊത്തത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വളരെ ചെറിയൊരു ബാങ്കിൽ, കരുവന്നൂർ ബാങ്കിലാണ് 300 കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ അത് മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ഒരു 15,000 ചിലപ്പോൾ 20,000 കോടി രൂപ വന്നാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ ഓരോ നാൾ കഴിയും തോറും കൂടുതൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ്, അത്രയും വലിയ കൊള്ളയാണ് എന്നുള്ള ലെവലിലേക്ക് വരുന്നു. ഇത് എൻ്റെ ചോദ്യം, ഇത് ഓക്കെ, ആ കൊള്ള നമ്മൾ മാറ്റി നിർത്തിയാലും രാഷ്ട്രീയമായി ഒരു അപജയത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തുകയല്ലേ എന്നുള്ളതാണ് CPM പോലൊരു പാർട്ടി. അല്ല രതീഷ്, ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും നമ്മൾ ഈ ഡീജനറേഷൻ്റെ ഓരോ പുതിയ തലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാത്തിൻ്റെയും കാരണം എന്ന് ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ എപ്പിട്ടോമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവം ഞാൻ പറയാം. എനിക്കതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമുള്ളത്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയെ നയിക്കുന്ന ആളുടെ വ്യക്തിശുദ്ധിയും അയാളുടെ പ്രത്യയശാസ്ത്രവും അയാളുടെ പോരാട്ട വീറും അയാളുടെ ആർജവും അത് നിർണായകമാണെന്നുള്ളതിന് എന്ത് തെളിവാണ് കേരളത്തിന് CPM വേണ്ടത്? EMSന്റെ നേതൃത്വം, CH കണാറിൻ്റെ നേതൃത്വം, ഈവൻ നയനാറിൻ്റെ നേതൃത്വം, VS അച്യുതാനന്ദൻ്റെ നേതൃത്വം, ചടയങ്കോന്ന്, ഇതിനകത്തൊക്കെ കാണുന്നത് അവരുടെയൊക്കെ ഒരു വ്യക്തിശുദ്ധി. ഇനിയിപ്പോൾ നിങ്ങൾ VS അച്യുതാനന്ദൻ്റെ കാര്യം നിങ്ങൾ എടുക്കൂ. VS അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ആ സമയത്തുണ്ടായിരുന്നൊരു പരിശുദ്ധി. ഇനി എത്രയോ ആളുകൾ LDFന്റെ കൺവീനർമാരായിട്ടിരുന്നിട്ടുണ്ട്. പക്ഷേ VS അച്യുതാനന്ദൻ LDFന്റെ കൺവീനറായിട്ടിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള നീക്കങ്ങൾ, വേറെ ഏതൊക്കെ LDF കൺവീനറുടെ പേര് ഇപ്പം രതീഷിനെ ഓർക്കാൻ പറ്റും? 2-3 LDF അതൊക്കെ മനസ്സിലായി. പക്ഷെ VS അച്യുതാനന്ദൻ LDF കൺവീനറായിട്ടിരുന്ന സമയത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വ്യത്യാസം. VS അച്യുതാനന്ദൻ പൂട്ടിക്കെട്ടപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ആ സമയത്തെ പോലത്തെ വ്യത്യസ്തത മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ലീഡ് ചെയ്യുന്ന ആളുടെ വ്യക്തിശുദ്ധി വളരെ നിർണായകമാണ്. ഈ ലീഡ് ചെയ്യുന്ന ആള് ഇതിനെല്ലാം അമനബിൾ ആണെന്ന് വരുമ്പോൾ പിന്നെ കീഴ്ഘടകങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ, ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, പിന്നെ വണ്ടിപ്പെരിയാറിലെ ഏരിയ സെക്രട്ടറി സാബു പിണറായി വിജയൻ്റെ പോലീസാണ് തോർത്തോണം, CPMന്റെ പോലീസാണ് തോർത്തത്. നമ്മൾ ആ മെസ്സേജാണ് നിങ്ങൾ താഴോട്ട് കൊടുക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ് കൊടുക്കുമ്പോൾ അഴിമ നടത്തുന്ന ആളെ സംബന്ധിച്ചപ്പോൾ എനിക്കൊന്നും പേടിക്കണ്ട. കാരണം മുകളിലിരിക്കുന്ന ആളെ ഏറ്റവും വലിയ അഴിമ, കാരണം അവിടെ എന്നെ പിടിക്കില്ല. സ്ത്രീ പീഡനം പേടിക്കണ്ട. മനസ്സിലായോ? ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറി നിങ്ങൾ CPM കാരനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി, ഒന്നും സംഭവിക്കുന്നില്ല. പോലീസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടുതൽ നിശ്ചിത താല്പര്യക്കാരുടെ കോടാലിക്കൈയായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയുടെ തലവാദി എന്ന് പറഞ്ഞാൽ DGP P ശശിയുടെ കുറ്റിച്ചൂലാണ് DGP. ഞാൻ പറയും, ഇത്രയും അധപ്പതിച്ച ഒരു കാലഘട്ടം പോലീസിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാം എപ്പിട്ടവുമായിട്ടുള്ള ഒരാൾ മുകളിലിരിക്കുമ്പോൾ ഇതെല്ലാം നടക്കും. കാരണം എന്താണെന്നറിയോ രതീഷ്, ഇപ്പം നമ്മളൊരു അനധികൃത ഇടപാട് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഭയം എന്താ? അത് പ്രശ്നമാണല്ലോ, മുകളിൽ നിന്ന് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ പോലീസുണ്ട്, അല്ലെങ്കിൽ മുകളിൽ എന്തെങ്കിലും രാഷ്ട്രീയക്കാരൻ. ഇവിടെ അങ്ങനെയില്ല. കാരണം അപ്പം ഇത് കൊടുക്കുന്നൊരു വല്ലാത്തൊരു നെഗറ്റീവ് ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ താഴോട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. ഒരു നിശ്ചിത താല്പര്യക്കാരനൊന്നും പേടിക്കണ്ട. എന്നെ പല ആളുകളും ബന്ധപ്പെട്ടുകൊണ്ട് അതൊന്നും എനിക്കിപ്പോൾ പുറത്തു പറയാൻ വയ്യ,
കാരണം അവിടെ എല്ലാം നിക്ഷിപ്ത താല്പര്യക്കാരെ അയാൾ വിളിച്ചിട്ട് അയാൾ പരസ്യമായിട്ട് തന്നെ സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റിൻ്റെ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ട്. മനസ്സിലാവും. നിങ്ങൾ സഹകരണ ബാങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ പിടിക്കില്ല. മനസ്സിലായി. അപ്പം അതുകൊണ്ട് തന്നെ അവിടെയാണ് നിങ്ങൾ പറഞ്ഞ ഈ സഹകരണ പ്രസ്ഥാനത്തിനകത്തൂടുള്ള ഒരു പെരുംകൊള്ളയുടെ ഒരു സാധനം. ഇപ്പം തോമസ് ഐസക്കൊക്കെ തന്നെ ഇപ്പം പറയുന്നത് എന്താണ്, അവിടെ ഇവിടെയൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടാവും എന്ന് പറയേണ്ടി വരുന്നു. മറ്റത് അങ്ങനെ അല്ലായിരുന്നു. മനസ്സിലായി. അപ്പം അതുപോലും സംരക്ഷിക്കേണ്ടി. ഇനി ഏറ്റവും അവസാനമായിട്ട് കരുവന്നൂർ ബാങ്ക് ഉള്ള സംബന്ധിച്ചിട്ട് ഇത്രയും ഡെവലപ്മെന്റ്സ് ഇവിടെ നടന്നു. എവിടെയെങ്കിലും ഇവർക്ക് കൺവിൻസിംഗ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പം ആ നിലയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു വലിയൊരു അവലാഞ്ചയിലേക്കാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്നാണ് ഇതിൻ്റെ അവസാനം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിങ്ങനെ നിൽക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ. അപ്പുറത്ത് ഇപ്പം മോഡിയുടെ കാര്യം പറയുന്ന പോലെയാണ്. പിന്നെ മോഡിയുടെ ഇന്നത്തെ ഏകാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ മനംനൊന്ത് കഴിയുന്നത് BJP-ക്കാരാണ്. പക്ഷെ BJP-ക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് എന്താണ് ശക്തിപ്പെടാത്തെന്നുള്ളതാണ് അവരുടെ ചിന്ത. കാരണം കോൺഗ്രസ് ഒന്ന് ശക്തിപ്പെട്ടാലേ BJP-ക്കകത്ത് ജനാധിപത്യം ഉണ്ടാവും. അതിന്റെ ചില ഉദാഹരണങ്ങളൊന്നും ഞാൻ ഇപ്പൊ പുറത്ത് പറയുന്നില്ല. ഒരാള് BJP-യിലൊരു വലിയ നേതാവ് കോൺഗ്രസിലൊരു വലിയ നേതാവിനോട് ഒരു ദിവസം ചോദിച്ചു, എന്താണ് സുഹൃത്തെ നിങ്ങളുടെ കോൺഗ്രസ് ഇങ്ങനെ മോശമായി കിടക്കുന്നു ചോദിച്ചപ്പം ആ നേതാവ് BJP-യുടെ നേതാവിന് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണിത്, ഞങ്ങളുടെ കോൺഗ്രസിനകത്ത് നിങ്ങളുടെ ശത്രുവല്ലേ കോൺഗ്രസ് തകരണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ BJP-യുടെ നേതാവ് പറയാണ്, എൻ്റെ പൊന്നു സുഹൃത്തെ, കോൺഗ്രസ് ഇച്ചിരി ഒന്ന് പച്ച പിടിച്ച് കിടന്നാലേ ഞങ്ങൾക്ക് ഇവിടുന്ന് അനങ്ങാനും തിരിയാനും പറ്റൂ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ സാർ.